മിക്കപ്പോഴും ക്ലാസ് ലീഡർമാർ ക്ലാസ്സിൽ നേരത്തെ എത്തും. അതുകൊണ്ട് തന്നെയാണ് 9ാം ക്ലാസ്സുകാരി പഞ്ചമി അന്ന് നേരത്തെ എത്തിയത്. നിലത്തു കിടന്ന സ്വർണമാലയും എടുത്ത് പഞ്ചമി ക്ലാസ് ടീച്ചറിനടുത്തേക്ക് ഓടി. രാവിലെ വന്നിട്ട് ഞാൻ ക്ലാസ് ഒക്കെ നീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഒരു ടിഷ്യൂ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ടിഷ്യൂ പേപ്പറിൽ എന്തോ മാല ഇരിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഗോൾഡാണോ എന്താണെന്ന് ആർക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗോൾഡാണ്. ഭയങ്കര അഭിമാനമാണ് പഞ്ചമിയെക്കുറിച്ച്. അല്ലെങ്കിലും ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് പഞ്ചമി. ഭയങ്കര സന്തോഷം തോന്നുന്നു. തൻ്റേതല്ലാത്ത എന്തോ ഒന്ന് ടീച്ചറെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ പഞ്ചമി കരുതിയിരുന്നുള്ളൂ. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അധ്യാപകരുടെ ചേർത്തുപിടിക്കൽ, കൂട്ടുകാരുടെ അഭിനന്ദന പ്രവാഹം, ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ഷണം. പരിധികളില്ലാതെ പ്രവഹിച്ച സ്നേഹം പഞ്ചമിക്ക് താങ്ങാനായില്ല. അതെൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്നൊരു പേന കിട്ടിയാൽ പോലും അത് നമ്മുടെ അല്ലെങ്കിൽ അത് വേറെ ക്ലാസ് സ്കൂളിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. കൺഗ്രാറ്റ്സ്. എന്തായാലും മന്ത്രി അപ്പൂപ്പനെ കാണാൻ പോവുകയാണ്. ആദ്യമായി ഈ അഭിനന്ദനങ്ങൾ ഇങ്ങനെ പ്രവാഹമായി വന്നപ്പോൾ അത് താങ്ങാനാകാതെ കുഞ്ഞ് കരഞ്ഞു പോയതാണ്. നമ്മുടെ ഈ കായികമേളയിൽ വന്ന ഏത് ജില്ലക്കാരാണ് താമസിച്ചിരുന്നത്? എറണാകുളം ജില്ലക്കാർ. അപ്പോൾ മോക്ക് അവിടെ നിന്ന് എന്താ കിട്ടിയത്? സ്വർണ്ണമാല കിട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തോ? വെള്ളിയാഴ്ച കൊടുക്ക്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനമാണ്. കരഞ്ഞോണ്ട് വന്നപ്പോൾ ചിരിച്ചോണ്ട് പോയേ. മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകാൻ വേണ്ടിയാണ്. നിയമത്തിൽ നിന്നുള്ള ഇഷ്ടപ്പെട്ട ഇതേപോലെ തന്നെ എല്ലാ കുട്ടികളും പെരുമാറണമെന്ന് പറയണം. ആര് പറഞ്ഞതിട്ട് പറയും? സാറെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി സാറ്. ശരി. എന്നാ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു എന്നാ മോള് വളരെ ലളിതമായി പറയുന്നത്. വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ ആവണം എന്നാണ് ആഗ്രഹം. എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു ഇതായിരുന്നു. മനസ്സ് നിറഞ്ഞിട്ട് ആരടുത്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞ് നേരെ അമ്മമ്മയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. ഭയങ്കര ഇതായിരുന്നു. പഞ്ചമിയുടെ നാട്ടിൽ നിന്നുള്ള പഞ്ചമിക്ക് ആദരം നൽകിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞയക്കുന്നത്. പരിഭ്രമം മാറി പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനി പുറത്തേക്ക് വരുന്നത്. ഇതൊരു പ്രചോദനമാണ്, ഒപ്പം നാട് നൽകുന്ന കരുതലും. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കണ്ടപ്പോൾ ഒരു സുഖമുണ്ടല്ലേ? നമ്മൾ ഈ സ്റ്റോറി കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ മാല എടുക്കുന്ന പോലെ കുഞ്ഞിനെ കുറിച്ച് ഒന്ന് അഭിനയിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ആ ഒരു ഇമോഷൻ കിട്ടാനാണ്. പക്ഷേ ഒരു റിയൽ ലൈഫിൽ ഒരുപക്ഷെ മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുകയായിരിക്കില്ല, അത് പലപ്പോഴും നമ്മുടെ കണ്ണുനീരായിട്ടാണ് വരിക എന്നതാണ് പഞ്ചമിയുടെ ആ ഒരു വിങ്ങലിൽ, പഞ്ചമിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ശബ്ദത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ കഥ നമ്മളോട് കൃത്യമായിട്ട് രാഹുൽ തന്നെ പറയും. രാഹുലെ, എത്ര കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നമുക്കൊരു ഹൃദയത്തിലൊരു ഒരു പിടപ്പ് തോന്നുമെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കാഴ്ചയാണ്. പഞ്ചമിക്ക് എല്ലാ ആശംസകളും കൂടി ഞാൻ നേരെയാണ്. പറയൂ പഞ്ചമിയുടെ കഥ. മനോഹരമായ കഥയാണ്. ആ കഥ എടുക്കാൻ പോയപ്പോൾ, ചിത്രീകരിക്കാൻ പോയപ്പോൾ പലയധികം ട്വിസ്റ്റുകളും സസ്പെൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം വാർത്ത അറിഞ്ഞ് നേമത്തെ സ്കൂളിലേക്ക് ചെല്ലുന്നു. സ്കൂളിലേക്ക് ഇന്ന് പഞ്ചമിയെ അന്വേഷിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് എത്തുന്നത്, പഞ്ചമിയെ മന്ത്രിക്ക് നേരിട്ട് കാണണമെന്ന്. അപ്പോൾ അവരാ പോകാനുള്ള തിരക്കിനിടയിലാണ് ഇത് ചിത്രീകരിക്കുന്നത്. ചെന്ന് കയറുന്ന ക്ലാസ്സിലെ കുട്ടികൾ കൈയടിക്കുന്നു, അധ്യാപകർ ചുറ്റും പൊതിഞ്ഞു നിന്ന് കാര്യങ്ങൾ പറയുന്നു. ഞങ്ങളും നമ്മുടെ മൈക്കും ക്യാമറയും ഒക്കെ കണ്ടപ്പോൾ പഞ്ചമിക്ക് ആകെ മൊത്തം പരിഭ്രമമായി പോയി. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? വളരെ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു പഞ്ചമിയാണ് മനസ്സിൽ കണ്ടത്. പക്ഷേ പഞ്ചമി എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് പറഞ്ഞ് ടെൻഷനായിപ്പോയി, എന്ത് പറയണമെന്നറിയില്ല. ഞാൻ എൻ്റേതല്ലാത്തൊരു സാധനം ടീച്ചർക്ക് കൊടുത്തു. അത് മാത്രമാണ് പഞ്ചമിക്ക് അറിയാവുന്നത്. ലളിതമായ തത്വശാസ്ത്രമാണ് പഞ്ചമിയുടെ. ഞാൻ എൻ്റേതല്ലാത്തൊരു സാധനം ടീച്ചറെ ഏൽപ്പിച്ചു, അത് ആരുടെയാണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് മാത്രം ചിന്തിച്ച് കുട്ടിയാണ്.
ആ ചിന്തയ്ക്ക് പിന്നാലെ പിടിച്ചാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പോകുന്നത്. സ്വാഭാവികമായി കുട്ടി പരിഭ്രമിച്ചു, വല്ലാണ്ട് വിഷമിച്ചു. ആ വിഷമമൊക്കെ സന്തോഷമായി മാറിയത് മന്ത്രി അപ്പൂപ്പൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ്. സ്വാഭാവികമായി നമ്മൾ പല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഈ മന്ത്രിയുടെ അടുത്തെത്തുന്ന ആളുകൾ, മന്ത്രിയുടെ അടുത്ത് ആളുകൾ എത്തുമ്പോൾ മന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഹൃദ്യമായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെ കടന്നു വന്ന് ആ ഒരു തലപ്പാവ് വെച്ച് കൊടുക്കുന്നുണ്ട് മന്ത്രി. ആ തലപ്പാവ് എത്രമാത്രം തിളക്കം, അല്പം തിളക്കം എനിക്ക് തോന്നി. കാരണം ആ കുട്ടിയുടെ മനോഭാവം, ആ സംസാരം, അതെല്ലാം കഴിഞ്ഞപ്പോൾ ആ വെച്ച തലപ്പാവിന് അല്പം തിളക്കം കൂടിയോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലേക്ക് വന്നു. എന്തായാലും മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും മാതൃകയാകണം. തൻ്റെതല്ലാത്ത ഒരു എന്തെങ്കിലും എന്ത് സാധനം ആയിക്കോട്ടെ അത് കിട്ടിയാൽ തിരിച്ചേൽപ്പിക്കാനുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് അതൊരു സാഹോദര്യത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയും ഭാഗമായുള്ള മനസ്സാണ്. അത് തന്നെയാണ് പഞ്ചമി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണമായ അച്ഛനെയാണ് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അഭിമാനമായി മാറുകയാണ്. അപ്പോൾ കാരണം എന്തുമാകട്ടെ, അങ്ങനെ പരസ്പരം ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളരണം. നമ്മളും വ്യക്തിപരമായി നമ്മളും ഒക്കെ എല്ലാവരും അങ്ങനെ ആകണം എന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണ്. പഞ്ചമി പറഞ്ഞ ആ വരി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റേതല്ലാത്ത സാധനം ഞാനത് തിരിച്ചേൽപ്പിച്ചു എന്ന്. ആ ഒരു ചിന്ത നമ്മുടെ പല മുതിർന്ന ആളുകൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ വാർത്തകൾ ഉണ്ടാകുമായിരുന്നില്ല. അതൊക്കെ യഥാസ്ഥാനങ്ങളിൽ ഇരുന്നേനെ. അപ്പോൾ എൻ്റേതല്ലാത്ത സ്ഥാനവും എൻ്റേതാകണമെന്ന് കുറേയധികം ആളുകൾ ചിന്തിച്ചത് നമ്മളിപ്പോൾ വാർത്തകളായി കാണുന്നുണ്ടല്ലോ. അപ്പോൾ പഞ്ചമിയെ കണ്ടാണ് പഠിക്കേണ്ടത്.